യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. ക്ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് മറിയം ഉദ്ഘോഷിക്കുന്നു. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടമാക്കി. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. 1 കൊരിന്തോസ് 4:7 പൗലോസ്ലീഹായും ചോദിക്കുന്നുണ്ട്, ദാനമായി ലഭിച്ചതല്ലാതെ എന്തുണ്ട് നിന്റെ ജീവിതത്തിൽ? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനഹങ്കരിക്കുന്നു? സന്തോഷങ്ങളിൽ മതിമറക്കാതിരിക്കാനും തകർച്ചകളിൽ നിരാശപ്പെടാതിരിക്കാനും ഈ ബോധ്യം നമുക്കുണ്ടാവണം. എന്നെ ഉയർത്താനും താഴ്ത്താനും കഴിവുള്ള കർത്താവിനെ തിരിച്ചറിഞ്ഞ് അവനു വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ റെവറൻഡ് ഫാദർ കുര്യൻ കാരിക്കലാണ്. ദൈവവചനം ശ്രവിക്കാൻ നമുക്ക് കാതോർക്കാം. പ്രൈസ് ദി ലോർഡ്. വചനവിരുദ്ധിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയ ഒരു യാഥാർത്ഥ്യം. ദൈവത്തിന് മനുഷ്യരെ ഉയർത്താനും താഴ്ത്താനും കഴിവുള്ളവനാണ്. വിഷയത്തിലേക്ക് പോകും മുമ്പ് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം, വചനത്തെ ആദരിക്കുന്നവർക്ക് ഉത്കർഷം ലഭിക്കും. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തെ ആദരിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. വചനം കേൾക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും കെട്ടുകളും നമ്മളെ വിട്ടുപോകുവാൻ ആഗ്രഹിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ വചനം ജീവനുള്ള വചനം, ആ വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കേൾക്കുന്ന വചനത്തെ ആദരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയുടെ വചനം ധ്യാനിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പ്രത്യുത്തരം നൽകുന്നതിനും തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് വിശുദ്ധീകരണവും സൗഖ്യവും വിമോചനവും നൽകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, നമ്മുടെ ദൈവത്തിന് നമ്മെ ഉയർത്താനും കഴിവുണ്ട്, ഉയർന്നു നിൽക്കുന്നവരെ താഴേക്ക് കൊണ്ടുവരുവാനും കഴിവുണ്ട്. 2 വചനഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് കടത്തിക്കൊണ്ട് പോകുന്നത് നല്ലതാണ്. 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വചനം പറയുന്നത്, കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തും. ഉയരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വഴി
വചനം പറയുകയാണ്, കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ എളിമയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തും. മറ്റൊരു വചനഭാഗം 1 കൊരിന്തോസ് 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനമാണ്. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉയർന്നു നിൽക്കുന്നവരായിരിക്കാം. അവിടെ നിന്ന് വീഴാതിരിക്കേണ്ടതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനഭാഗങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, യേശു ആരാണ്, ഇസ്രായേലിൻ്റെ ദൈവം ആരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഐശ്വര്യം വരുമ്പോൾ കഷ്ടത വിസ്മരിക്കപ്പെടും. കഷ്ടത വരുമ്പോൾ ഐശ്വര്യവും വിസ്മരിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും നമ്മൾ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളെക്കുറിച്ചെല്ലാം നമുക്ക് മറക്കാൻ സാധിക്കും. വിശുദ്ധ റീത്തായുടെ ജീവചരിത്രം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. വിവാഹം കഴിക്കാൻ പോലും താല്പര്യമില്ലാതിരുന്ന അവള് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിന് സമ്മതിച്ചു. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ അവൾക്ക് മനസ്സിലായി ലഭിച്ച ഭർത്താവ് മദ്യപാനിയും ഭാര്യയെ ദ്രോഹിക്കുന്നവനുമാണെന്ന്. എന്നിട്ടും 20 വർഷക്കാലം ദീർഘക്ഷമയോടെ ആ ഭർത്താവിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. ഫലമോ, 20-ാം വർഷം ഭർത്താവ് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല, സ്വയം തോന്നി അദ്ദേഹം ചെയ്തൊരു കാര്യം, ഭാര്യയുടെ മുമ്പിൽ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, 20 വർഷം സഹിച്ചത് മറക്കാൻ ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഷ്ടപ്പാടിലൂടെ, നഷ്ടത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തേണ്ട ഒരു ചിന്ത ഇതാണ്: ഇതെല്ലാം മാറാൻ ഒരു നിമിഷം മതി. യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മെ ഉയർത്താൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റവനാണ് യേശു ക്രിസ്തു. 2 കൊരിന്തോസ് 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം നമുക്ക് നൽകുന്ന കാതലായ സന്ദേശം അതാണ്. അവൻ എന്തിനു വേണ്ടി മരിച്ചു, അവൻ എന്തിനു വേണ്ടി ഉത്ഥാനം ചെയ്തു, നമ്മൾ അവനോടുകൂടെ വസിക്കുക. ഉന്നതത്തിൽ വസിക്കുന്ന അവനോടുകൂടെ വസിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉയർച്ച. മനുഷ്യർക്ക് ആ ഉയർച്ച നൽകേണ്ടതിനാണ് കർത്താവായ യേശു മരിച്ച് ഉത്ഥാനം ചെയ്തത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ദൈവം ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം, ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അരമിനിറ്റ് പോലും വേണ്ട. ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രമാണെന്ന് നമുക്കറിയാം. ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് വേണ്ടത് വെറും ഒരു നിമിഷം. അതുപോലെ തന്നെ സമ്പന്നനെ ദരിദ്രനാക്കാനും ഈ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഉയർത്തപ്പെടാനും താഴ്ത്തപ്പെടാതിരിക്കാനും നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കൂടെ നിലകൊള്ളുക എന്നുള്ളതാണ്. എൻ്റെ മനസ്സിലേക്ക് വരുന്ന 2-3 സംഭവങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒരു കുടുംബത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടതാണ്. ഏക്കറുകളുടെ നടുവിൽ കൊട്ടാരം വെച്ച് അതിൽ സുഖമായി ജീവിച്ചിരുന്ന ഭാര്യയും ഭർത്താവും. പക്ഷെ അവർക്ക് മക്കളില്ലാതിരുന്നു.
ആ ഒരു ദുഃഖം അവരുടെ ജീവിതത്തിലുണ്ടായി. ഇനി കുറേ നാളുകൾ, ഏതാനും വർഷങ്ങൾ ആ രീതിയിൽ അങ്ങ് പോയി. ഭർത്താവ് മരിച്ചു. അതിനുശേഷം ഭർത്താവിൻ്റെ വീട്ടുകാർ ഇവരുടെ കാര്യത്തിൽ ഇടപെടുകയും അത് പിന്നെ അവസാനം കേസിൽ കലാശിക്കുകയും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അതിലൂടെ ആ കുടുംബത്തിൽ നടമാടുകയും ചെയ്തു. അതിൻ്റെ അവസാനം ആ ഭാര്യ ആത്മഹത്യ ചെയ്തു. ഏക്കറുകളുടെ മധ്യത്തിൽ കൊട്ടാരം വെച്ച് വളരെ പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബം അവസാനം എത്തിയത് ആ ഒരു അവസ്ഥയിലാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 37, 35, 36 വചനങ്ങൾ വായിച്ചാൽ അവിടെ ഒരു ദേവദാരുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ലെബനോണിലെ ദേവദാരു. ഒരിക്കൽ തല ഉയർത്തി നിന്നിരുന്ന ആ ദേവദാരു പിന്നീട് അതിലെ ഞങ്ങൾ പോയപ്പോൾ അവയവിടെ കാണാനില്ല. പ്രിയപ്പെട്ടവരെ, ശരിക്കും ഉയർന്നു നിൽക്കുന്നവർ അഹങ്കരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന താഴ്ചയെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും എടുത്തു കാണിക്കുന്ന ഒരു ബൈബിൾ ഭാഗമാണ് ഈ സങ്കീർത്തനം 37, 35, 36 വചനഭാഗങ്ങൾ. രണ്ടാമതൊരു സംഭവം ഒരു സഹോദരൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു കാലത്ത് ചെറിയ ഒരു ബിസിനസ്, ആ ബിസിനസ് ഒരു ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്, ഒരു ഔട്ട്ലെറ്റ്, ഒരു കട മാത്രം എന്ന് പറയാൻ സാധിക്കും, ആ രീതിയിൽ ആരംഭിച്ചതാണ്. അതിനുശേഷം അവിടുന്ന് അദ്ദേഹം ഉയർത്തപ്പെട്ടു. ഇന്നിപ്പോൾ അമേരിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ട മെയിൻ ബിസിനസ് നടത്തുന്നത് ആ കുടുംബമാണ്, ആ ബിസിനസ്സാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞത് വളരെ എളിയ രീതിയിൽ ഞാൻ ആരംഭിച്ചതാണ്, എന്നാൽ ദൈവം എന്നെ ഇത്രമാത്രം ഉയർത്തിയെന്ന്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് നമ്മെ ഉയർത്താനും സാധിക്കും, ദൈവത്തിന് നമ്മെ താഴ്ത്താനും സാധിക്കും. ഇത് രണ്ടിനും ശക്തിയുള്ളവനാണ് നമ്മുടെ ദൈവം. മറ്റൊരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു സൗദിക്കാരൻ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അദ്ദേഹം അവധിക്കാലത്ത് വന്നപ്പോൾ കാരിസ് ഭവനിൽ വന്നു. ഒരു 40,000 രൂപ അദ്ദേഹം ഹാൻഡ് ഓവർ ചെയ്തു. എൻ്റെ കാരണം പറഞ്ഞത്, വിദ്യാഭ്യാസ സഹായം കൊടുക്കാൻ അച്ഛനിത് ഉപയോഗിച്ചോളുക. ഇനി ആ കൂടെ സംസാരത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഒരു കാലത്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമിച്ച ആ സമയത്ത് ഏതാനും വ്യക്തികൾ മുമ്പോട്ട് വന്ന് ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചത് കൊണ്ടാണ് എൻ്റെ പഠനം തുടരാൻ എൻ്റെ അപ്പൻ എന്നെ അനുവദിച്ചത്. അങ്ങനെ പഠനം തുടരാൻ സാധിച്ചതുകൊണ്ട് അദ്ദേഹം പോയി സൗദിയിൽ ചെന്നു. നല്ല ജോലി, നല്ല ശമ്പളം വാങ്ങിക്കുന്നു. എവിടെ നിന്നാണ് ആ ഒരവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ആ വ്യക്തി പറഞ്ഞത്, ഏതെങ്കിലും ഒരാൾക്ക് പഠന സഹായത്തിന് ഇത് ഉപകരിക്കുമെങ്കിൽ അത് കൊടുക്കണം. അങ്ങനെ ആ വ്യക്തി മാത്രമല്ല, ആ കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഉയർത്താനും നമ്മളെ താഴ്ത്താനും ദൈവത്തിന് സാധിക്കും. ഉയർന്നു നിൽക്കുന്നവർക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഉയരാതെ സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് ഉയർത്തപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ് ഈ സംഭവങ്ങളും വചനഭാഗങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുക. ഇതിൻ്റെ വെളിച്ചത്തിൽ രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിസ്സാരരായിരുന്നവരെ ദൈവം അനുഗ്രഹിച്ചുയർത്തിയ സംഭവങ്ങൾ ബൈബിളിലുണ്ട്. 1-2 കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആട്ടിടയനായിരുന്ന ദാവീദ്, അത് നിങ്ങൾ 1 സാമുവേൽ 16-ാം അധ്യായം വായിച്ചാൽ കാണാൻ സാധിക്കും. 2 സാമുവേൽ 6-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ കാര്യം അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ദാവീദ് പറഞ്ഞൊരു കാര്യം: ഞാൻ വെറും ഒരാട്ടിടയനായിരുന്നു, ദൈവം എന്നെ തിരഞ്ഞെടുത്തു,
എന്നെ രാജാവിൻ്റെ പദവിയിലേക്ക് ഉയർത്തി. നിസാരനായിരുന്ന ഒരു വ്യക്തിയെ, ആട്ടിടയനായിരുന്ന ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിച്ച് രാജാവാക്കി. ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. അബ്ദുൽ കലാം ഒരു പേപ്പർ ബോയ് ആയിട്ട് ആ രീതിയിൽ, എളിയ രീതിയിൽ ജീവിച്ചു വന്ന വ്യക്തി രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. KR നാരായണൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണ കുടുംബത്തിൽ വളർന്നു വന്ന അദ്ദേഹത്തിനും ഭാരതത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് ഉയരാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയല്ല. ദൈവത്തിലായിത്തീരുമ്പോൾ, യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തപ്പെടാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. ആമോസ് പ്രവാചകനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആമോസിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാനൊരു ആട്ടിടയനായിരുന്നു. അവിടെ നിന്നും ദൈവം എന്നെ വിളിച്ച് പ്രവാചകനാക്കി, ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാക്കി ദൈവം എന്നെ മാറ്റി. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ആരെല്ലാം എന്നെ എതിർത്താലും, എനിക്കെതിരെ എന്തെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം ചെയ്താലും ദൈവത്തിന് വേണ്ടി എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഒരാട്ടിടയനെ പ്രവാചകന്റെ സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അത് എടുക്കേണ്ടതുപോലെ എടുത്താൽ അത് വലിയ വലിയ സ്ഥാനത്തേക്ക്, വലിയ നേട്ടത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 2 സാമുവേൽ 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദാവീദിന് ബത്ശബായിൽ ഉണ്ടായ കൊച്ച് രോഗം ബാധിച്ച് മരിക്കുന്നൊരു രംഗം. ആ നഷ്ടം നല്ല രീതിയിൽ എടുത്തുകൊണ്ട്, ദൈവത്തോട് പരിഭവം പറയാതെ നല്ല രീതിയിൽ എടുത്ത് അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ അവന് ലഭിച്ചതാണ് ലോകപ്രശസ്തനായ സോളമൻ, മറ്റൊരു കുഞ്ഞ്. നമ്മുടെ ജീവിതത്തിലും നഷ്ടങ്ങളും സഹനങ്ങളും വരുമ്പോൾ നല്ല രീതിയിൽ എടുക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടത്തിലേക്ക്, നമ്മൾ ഉയർത്തപ്പെടുന്ന അവസ്ഥയ്ക്ക് അത് കാരണമാവുകയും ചെയ്യും. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, വലിയ സ്ഥാനത്തിരുന്നവരെ നിസാരരാക്കുകയും വട്ടപൂജ്യമാക്കുകയും ചെയ്ത സംഭവങ്ങൾ ബൈബിളിലുണ്ട്. നമ്മൾ കാണുന്നുണ്ട്. ഏതാനും വ്യക്തികളെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം വായിച്ചാൽ, അബിമലക്ക് രാജാവായിരുന്നവൻ, രാജാവാകാൻ അവൻ ചെയ്തത് അവൻ്റെ കുടുംബത്തിലുള്ള 70 പേരെ ഒരു കല്ലിൽ വെച്ച് വധിച്ചവനാണ്. പിന്നീട് അവൻ്റെ അന്ത്യം, അത് ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 53-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സ്ത്രീ തിരികല്ലുകൊണ്ട് അവൻ്റെ തല ഇടിച്ചു പൊളിച്ച് അവനങ്ങനെ പരിതാപകരമായൊരു അന്ത്യത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ മറ്റു പല രാജാക്കന്മാരെ കുറിച്ചും നമ്മൾ 2 മക്കബായർ 9-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അന്ത്യോക്കസ് രാജാവിൻ്റെ അന്ത്യം, ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ അന്ത്യം. ഇവിടെയെല്ലാം നമ്മൾ കാണുക, പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന അവരെ നിസാരരാക്കി, അല്ലെങ്കിൽ വട്ടപൂജ്യമാക്കി മാറ്റിയ പല സംഭവങ്ങളും. 1 രാജാക്കന്മാർ 14-ാം അധ്യായം 10-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, വീണ്ടും ജറബോവാം രാജാവിന് സംഭവിച്ചത്. പ്രതാപത്തിൽ കഴിഞ്ഞിരുന്ന രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അന്ത്യം ചപ്പ് ചവർ പോലെ കർത്താവ് അവരെ ഇല്ലാതാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് നമ്മളെ ഉയർത്താനും പറ്റും, നമ്മുടെ ദൈവത്തിന് നമ്മെ താഴ്ത്താനും പറ്റും. അതുകൊണ്ട് പത്രോസ്ലീഹ പറഞ്ഞതുപോലെ, അവിടുത്തെ കരത്തിൻ കീഴിൽ എളിമയോടെ നിൽക്കുമ്പോൾ തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തും. ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ നമ്മെ സഹായിക്കണമെന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം.
കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും ദൈവത്തിൻ്റെ പക്കൽ ഇറക്കി വയ്ക്കുന്ന ആരാധനയുടെ സമയമാണിത്. നമുക്ക് നമ്മുടെ എല്ലാ ചിന്തകളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മുടെ ഹൃദയവികാര വിചാരങ്ങളെല്ലാം നമുക്കിപ്പോൾ കൊണ്ടുവരാം. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവകൃപയിലേക്ക് ഉയർത്തുകയും ചെയ്യും. നമുക്ക് ആ ബോധ്യത്തോടെ കർത്താവിൻ്റെ അടുത്ത് നമ്മുടെ ഹൃദയം തുറക്കാം, മനസ്സ് തുറക്കാം, ജീവിതം സമർപ്പിക്കാം, ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് വചനത്തിൽ കണ്ടു, കർത്താവിന് മനുഷ്യരെ ഉയർത്താനും താഴ്ത്താനും കഴിവുണ്ട്. വലിയ സ്ഥാനത്തിരുന്ന് രാജാക്കന്മാരെ നിലം പറ്റിച്ച സംഭവങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. നിസ്സാരരായിരുന്ന വ്യക്തികളെ കർത്താവ് തിരഞ്ഞെടുത്ത് വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിയതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. ഒരാട്ടിടയനായിരുന്ന ദാവീദിനെ കർത്താവ് ഉയർത്തി രാജാവാക്കി. ഒരാട്ടിടയനായിരുന്ന ആമോസിനെ കർത്താവ് തിരഞ്ഞെടുത്തു, അവനെ പ്രവാചകനാക്കി. മറുവശത്ത് നമ്മൾ കാണുകയാണ്, വലിയ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തികൾ അവിടെ നിന്നെല്ലാം നിലംപതിക്കുന്ന സംഭവങ്ങൾ. നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്കിപ്പോൾ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ 3:18 പറഞ്ഞിട്ടുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാവും. നമ്മൾ കണ്ടു 1 പത്രോസ് 5-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ, കർത്താവിൻ്റെ കരത്തിൻ കീഴിൽ എളിമയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. നമ്മൾ കണ്ടില്ലേ സ്നാപക യോഹന്നാൻ്റെ മനോഭാവം. ആ മനോഭാവമുള്ളവരെ ദൈവം ഉയർത്തും. അവൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ കുറയണം, അവൻ വളരണം. കർത്താവ് ആ സ്നാപക യോഹന്നാനെ ഉയർത്തിക്കൊണ്ട് പറയുകയുണ്ടായി, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, ഏറ്റവും വലിയവനാണ് സ്നാപക യോഹന്നാൻ എന്ന്. കർത്താവാണ് നമ്മളെ ഉയർത്തേണ്ടത്, നമ്മളല്ല നമ്മളെ തന്നെ ഉയർത്തേണ്ടത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ലൂക്ക 14-ാം അധ്യായം 11-ാമത്തെ വചനം, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളെയും നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വൈദികരായ ഞങ്ങൾ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളും ഉള്ളൊരുകി കർത്താവിനോട് പ്രാർത്ഥിക്കുക. പാപത്തിൽ നിന്ന് പുറത്തു വരാനും പുണ്യങ്ങൾ അഭ്യസിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാനുമുള്ള അഭിഷേകവും അനുഗ്രഹവും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവനായ കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. വൈദികരായ ഞങ്ങൾക്ക് കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനും അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ അവിടുന്ന് എടുത്തു മാറ്റണമേ. ഇവരുടെ മനസ്സിൻ്റെ ദുഃഖങ്ങളും ഭാരങ്ങളും അവിടുന്ന് എടുത്തു മാറ്റണമേ. ഇവരുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലേക്കും അങ്ങ് കടന്നു വരണമേ. ആത്മീയ ഉയർച്ച നൽകി അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ സകല പ്രവർത്തനങ്ങളെയും യേശു അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന സമയമാണ്. നമുക്ക് ഈ ആശീർവാദം ഭയഭക്തിയോടെ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.